അപ്പോൾ ഇനി നമുക്ക് ഈ 6 മാസമായി, അപ്പോൾ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? ഞങ്ങൾ ഏറ്റെടുത്ത 4 വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് തെരുവുനായി. അതിപ്പോൾ ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്. അതിൽ വെള്ളക്കെട്ടും കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരുമായി ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ട് ഒരു വലിയ കോൺക്ലേവ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രിയായിട്ട് ഒരു റൗണ്ട് സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകാറുണ്ട്. ചർച്ചകൾ ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ പാരലായിട്ട് വികസന പദ്ധതികളിലേക്കും പോകണം. അപ്പോൾ തിരുവനന്തപുരത്ത് അത് പലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും, ഇപ്പോൾ IT സെക്ടർ എങ്ങനെ വിജയിപ്പിക്കാം, ടൂറിസം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കെൽട്രോണുമായ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെൽട്രോൺ വളരെ മോസ്റ്റ് മോഡേൺ ഒരു വിഷ്വൽ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നഗരത്തിൽ പരമാവധി ടോയ്ലറ്റുകൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ എല്ലാ കൗൺസിലർമാരുടെയൊക്കെ ഒരു വീട് സന്ദർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു സമ്പർക്കം നടക്കുന്നുണ്ട്. എന്തിൽ നിന്നായിരുന്നു ഒരു പ്രചോദനം ഉണ്ടായത്? അല്ല, അത് നമ്മൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തനം നടത്തുന്ന സമയത്ത് വ്യക്തിപരമായിട്ടുള്ള വസ്തുക്കളൂടെ അറിയണം. ഇപ്പോൾ കൗൺസിലർമാരുടെയൊക്കെ തന്നെ അത് എന്തായാലും ആശയപരമായ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ വ്യക്തിപരമായിട്ട് ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ. പിന്നെ വിയോജിക്കുമ്പോഴും യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകൾ ജനാധിപത്യത്തിലുണ്ട്. അപ്പോൾ ആശയപരമായി വിയോജിക്കുമ്പോഴും യോജിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ യോജിക്കണം. മാത്രവുമല്ല, പിന്നെ വികസന കാര്യങ്ങളിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയ വിയോജിപ്പും കാണിക്കരുതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ പരമാവധി കൗൺസിലർമാരോട് വ്യക്തിപരമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ വാർഡുകൾ, വീടുകളിൽ പോകുന്ന സമയത്ത് 1-2 മണിക്കൂർ വാർഡുകളിൽ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അവരുടെ വാർഡുകളിലായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഓരോ ദിവസവും പഠനമാണല്ലോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മേയർ എന്നുള്ളതിന് സാധിക്കും. അതിലൂടെ പ്രശ്നങ്ങൾ ഇടപെടാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം. ഈ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. പുതിയൊരു ഭരണസമിതി വന്നപ്പോൾ കാലങ്ങളായിട്ട് മറ്റൊരു ഭരണസമിതി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷകൾ എത്രത്തോളം നിറവേറ്റാൻ കഴിയുന്നുണ്ട് ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ? പരമാവധി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ട ജനങ്ങളാണ്. ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഈ പ്രവർത്തനം നടത്തിയിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും കിട്ടുന്ന പൾസ് വെച്ചിട്ട് ജനങ്ങൾ നന്നായിട്ട് അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്.